നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്ങനുണ്ട്? വാവ്, സൂപ്പർ മോളെ. ഇതാണ് ആത്മാനന്ദാശ്രമം. ഈ കാണുന്നതൊന്നും അല്ല. ഇതിനു ചുറ്റിനുമായി ഏക്കർ കണക്കിന് സ്വത്തുക്കൾ ആശ്രമത്തിന്റേതാ. ഈ കെട്ടിടങ്ങൾക്ക് പുറമെ വേറെയും കെട്ടിടങ്ങൾ അകത്തേക്കുണ്ട്. മോളെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല. ആന്റി എന്താ പ്രതീക്ഷിച്ചത്? ചെറിയ ആശ്രമമായിരിക്കുമെന്നോ? ഉള്ളത് പറയാലോ, ഞാൻ അങ്ങനെയാ കരുതിയത്. ഇതങ്ങനൊന്നുമല്ല. ഇന്റർനാഷണൽ സെറ്റപ്പാ. സ്വാമിജിയെ കാണാൻ വരുന്നവർ മലയാളികളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സുമാ. കൂടുതൽ വരുന്നത് ഫോറിനേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആന്റി വാ. ഒരുപാട് VIP-കൾ ഇവിടെ വരും. സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാര് വരെ ഇവിടെ വരും. സ്വാമിജിയെ വലിയ വിശ്വാസം എല്ലാവർക്കും. അവരൊക്കെ സ്വാമിയുടെ മുന്നിൽ വന്ന് കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടാ നമ്മളൊക്കെ അതിശയിച്ചു പോവും. വെറുതെ ആരെങ്കിലും വന്ന് ഒരാളുടെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കോ? അതില്ല. അത്രയ്ക്ക് ശക്തിയും സിദ്ധിയുമുള്ള ആളാണ് ആത്മാനന്ദ സ്വാമികൾ. ഈ വരുന്നവരൊക്കെ സ്വാമിയെ ചുമ്മാ കാണാൻ വരുന്നവരല്ല. ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാ. നമ്മൾ എന്താവശ്യപ്പെട്ടാലും സ്വാമി ഇത് സാധിച്ചു തരും. ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ ഇതിനു മുമ്പും ചില സ്വാമിമാരെ കാണാൻ പോയിരുന്നു. അവരെല്ലാവരും ആദ്യം ഞാൻ പറയുന്നത് വലിയ ഇമ്പമോടെ കേട്ടിരിക്കും. അവസാനം കാര്യത്തോടടുക്കുമ്പോ കൈവിടും. ഇല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് പേരിന് എന്തെങ്കിലും പൂജയോ ഹോമോ കാട്ടിക്കൂട്ടി പറ്റിക്കും. മോളെ, ഇത് ആ വകുപ്പിലെങ്ങും പെടില്ലല്ലോ അല്ലേ? എന്റെ പൊന്നു മോളെ, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആത്മാനന്ദ സ്വാമിയെ കുറിച്ച് ആ ഒരു ചിന്ത വേണ്ട. സ്വാമി നടത്തിയ നിരവധി അത്ഭുതങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്ന പലതും സ്വാമി പുഷ്പം പോലെ നടത്തി കാണിച്ചു തരും. അതെ, പാർവതി ചില്ലറ ആളൊന്നും അല്ല. അവൾക്ക് ബലമായി ഉദിയന്നൂരമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടെയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ആരൊക്കെ പാർവതിയുടെ കൂടെ ഉണ്ടെങ്കിലും ആത്മാനന്ദ സ്വാമികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. പാർവതിയെ ചുരുട്ടിക്കൂട്ടി കെട്ടി കൈകളിൽ തരും. ആന്റി ആഗ്രഹിക്കുന്ന പോലെ ആ സ്വത്തുക്കൾ അവള് തന്നെ ആന്റിക്ക് എഴുതി തരും. ആത്മാനന്ദ സ്വാമികൾ അത് അവളെ കൊണ്ട് എഴുതിപ്പിക്കും. ആന്റി ധൈര്യമായിട്ട് വാ. ആത്മാനന്ദ സ്വാമികൾ. മോളെ, ഇതാണോ സ്വാമിജി? ഈ ചെറുപ്പക്കാരനാണോ ആത്മാനന്ദ സ്വാമികള്? ഞാൻ കരുതി ഏതോ പ്രായമുള്ള ആളായിരിക്കുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.